നമസ്തേ. ഇന്ന് നമ്മൾ പ്രവീൺ പൂർവാർദിലെ നവീൻ ഗദ്യ ചൈനകയിലുള്ള ആദ്യത്തെ പേപ്പറിൽ 5ാമത്തെ പടം ദദ്ദ എന്നുള്ളതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ദദ്ദ മഹാൻ വ്യക്തിത്വം. ഡോക്ടർ നഗേന്ദ്രാണ് എഴുതിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം ശ്രീ മൈഥിലി ശരൺ ഗുപ്തിൻ്റെ മഹത്തായ വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. जीवनी डॉक्टर नगेंद्र का जन्म अत्रौली अलीगढ़ जिला उत्तर प्रदेश में सन 1915 को हुआ था. डॉक्टर नरेंद्र उत्तर प्रदेशिലെ അലിഗഡ് ജില്ലയിൽ അത്രൗലി എന്നുള്ള ഗ്രാമത്തിൽ 1915 ജനിച്ചത്. ആഗ്ര വിശ്വവിദ്യാലയ से इन्होंने डीलिट की उपाधि प्राप्त की. ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഡീലിറ്റിൻ്റെ ഉപാധി നേടിയെടുത്തു. ഫിർ അധ്യാപൻ कार्य प्रारंभ किया. അതിനുശേഷം അധ്യാപന ജോലി ആരംഭിക്കുകയും ചെയ്തു. आकाशवाणी में हिंदी समाचार विभाग के अधीक्षक रहे. दिल्ली विश्वविद्यालय में हिंदी प्रोफसर रहे. അദ്ദേഹം ആകാശവാണിയിലും ദില്ലി വിശ്വവിദ്യാലയത്തിലും ജോലി നോക്കുകയും ചെയ്തു. ദില്ലി യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഹിന്ദി പ്രൊഫസറായിട്ടാണ് ജോലി നോക്കിക്കൊണ്ടിരുന്നത്. साहित्य परिचय. डॉक्टर नगेंद्र मधुर कवि के रूप में साहित्य जगत में प्रवेश पाए थे. ഡോക്ടർ നഗേന്ദ്ര നല്ല ഒരു മധുരമായ കവിയുടെ രൂപത്തിലാണ് സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത്. ബാദമേ വേ സഫൽ സമാലോചക് ബലെ. അതിനുശേഷം അദ്ദേഹം നല്ലൊരു തത്വചിന്തകനായി തീർന്നു. ഭാഷ और ശൈലി ദോനോമേ നഗേന്ദ്ര കെ അലഗ് പഹചാൻ ഹെ. ഭാഷയുടെയും ശൈലിയുടെയും രീതിയിൽ നഗേന്ദ്രന് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു, തിരിച്ചറിവ് തന്നെ ഉണ്ടായിരുന്നു. ആലോചന കെ ക്ഷേത്രമേ ഇൻകാ നാം കാഫി ആദർ കെ സാത്ത് ലിയാ ജാതാ ഹെ. ആലോചനയുടെ ആ മേഖലയിലും അദ്ദേഹത്തിൻ്റെ പേര് വളരെയധികം ആദരവോടുകൂടി തന്നെ കാണാൻ കഴിയുന്നു. രചനായും വിചാർ और അനുഭൂതി, രീതി കാവ്യ की ഭൂമിക, ദേവ് और उनकी കവിത ആദി ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനകൾ. പഠിത് പുസ്തക് के आधार पर വിവേചനാത്മക് ലേഖ ലിഖിയെ. ഈ പുസ്തകത്തിൻ്റെ ആധാരത്തിൽ ദദ്ദ എന്നുള്ള പാഠത്തെക്കുറിച്ചിട്ടുള്ള ലേഖനം എഴുതാനാണ്. लेख का परिचय. दद्दा महान व्यक्तित्व नामक इस लेख में डॉक्टर नगेंद्र श्री मैथिली शरण गुप्त के महान व्यक्तित्व के बारे में प्रकाश डालते हैं. दद्दा महान व्यक्तित्व എന്നുള്ള ഈ ലേഖനത്തിലൂടെ ഡോക്ടർ നഗേന്ദ്ര ശ്രീ മൈഥിലി ശരൺ ഗുപ്തിൻ്റെ മഹത്തായ വ്യക്തിത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. मधुर कवि के साथ साथ महान गुणों के नायक के रूप में श्री मैथिली शरण गुप्त का चित्रण किया है. നല്ല ഒരു കവി ഇരുന്നതിന് കൂടൊപ്പം തന്നെ മഹത്തായ ഗുണങ്ങളുടെ നായകൻ്റെ രൂപത്തിലും മൈഥിലി ശരൺ ഗുപ്തിനെക്കുറിച്ച് ഇതിൽ ചിത്രീകരിക്കുന്നു. ഉൻകാ സ്വാഭിമാൻ, ആത്മവിശ്വാസ് और ഉദാരത ആദി पर നഗേന്ദ്ര പ്രകാശ് ഡാൽത്തെ ഹെ. അദ്ദേഹത്തിൻ്റെ സ്വാഭിമാനവും ആത്മവിശ്വാസവും ദയാമനസ്കതയും കുറിച്ച് നഗേന്ദ്ര ഇതിൽ ചിത്രീകരിക്കുന്നു. ശീർഷക് അനുസാർ സമ്പൂർണ്ണ ലേഖ് ദദ്ദ കെ ഗുൺ पर പ്രകാശ് ഡാൽത്തെ ഹെ. ഈ ഹെഡിങ് പോലെ തന്നെയാണ് ഈ മുഴുവൻ ലേഖനത്തിലും മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ഗുണത്തെക്കുറിച്ചാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. महान व्यक्तित्व. श्री मैथिली शरण गुप्त मधुर शब्दों के मात्र नहीं मधुर गुणों का भी സ്വാമി ധേ. മൈഥിലി ശരൺ ഗുപ്ത് മധുരമായ ശബ്ദത്തിൻ്റെ മാത്രമല്ല നല്ല ഗുണങ്ങളുടെയും ഒരു പൂജാരി തന്നെയാണ്. ഉൻകെ വ്യക്തിത്വ की पहली विशेषता यह है कि जो भी उनके संपर्क में आते हैं उनके ആത്മീയത പ്രഭാവിത करती थी. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ വിശേഷത ഇപ്രകാരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരെല്ലാമാണോ ഇടപഴകുന്നത് അവരുടെ അടുത്ത് ആത്മീയതയോടുകൂടി പെരുമാറുമായിരുന്നു. നഗേന്ദ്രസെ സംബന്ധിത് അനേക് ബഡേ ചോട്ടെ ബുദ്ധിമാൻ ഭാവുക് ആദി ഗുപ്തജിക്ക് സമ്പർക്കമായി. നഗേന്ദ്രജി പറയുന്നതനുസരിച്ച് വളരെയധികം വലുതും ചെറുതും ബുദ്ധിമാന്മാരും ഭവ്യതയുള്ളവരും എല്ലാം തന്നെ ഗുപ്തജിയുടെ സമ്പർക്കത്തിൽ വന്നിരുന്നു. ഗുപ്തജിക്ക് മിൽനേക്ക് പൂർവ്വേ അപ്നെ ആപ് കോ തയ്യാർ കർക്കെ ജാത്തേ ഥേ വേ ഏക് മഹാൻ കവി സെ മിൽനെ ജാ രഹേ ഥേ. ഗുപ്തജിയെ കാണുന്നതിന് മുൻപ് അദ്ദേഹം ഇതിന് തയ്യാറായിരുന്നു, ഒരു മഹാനായ കവിയെ കാണാനായി പോകുന്നതായിട്ടായിരുന്നു. ലേക്കിൻ ദദ്ദ അനായാസ് ഹി ഉനെ ബഡേ പ്യാർ और ആദർ കെ സാത്ത് സ്വാഗത് കർത്തേ ഥേ. എന്നാൽ മൈഥിലി ശരൺ ഗുപ്ത് വളരെയധികം എളുപ്പത്തിൽ തന്നെ വളരെ ഈസിയായി വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടി സ്വീകരിച്ചു. ഉൻകെ യഹാം സാഹിത്യകാരും കെ അലാവ മന്ത്രി ആത്തേ ഥേ. സാഹിത്യകാരന്മാർ മാത്രമല്ല മന്ത്രിമാരും വന്നിരുന്നു. രാജനേത സംസദ് സദസ്യ
ഉദ്യോഗപതി പ്രൊഫസർ ഔർ ഛാത്ര ആത്തെ थे. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഭരണാധികാരികളും പാർലമെൻറ്റിലുള്ളവരും ഉദ്യോഗാർത്ഥികളും പ്രൊഫസർമാരും കൂടാതെ വിദ്യാർത്ഥികളുമെല്ലാം വരുമായിരുന്നു. ഗാവ് കെ വ്യാപാരി കിസാൻ ഔർ വിഭിന്ന വിഭാഗ് മേ കർമ്മചാരി ആത്തെ थे. ഗ്രാമത്തിലുള്ള വ്യാപാരികളും കൃഷിക്കാരും വിഭിന്ന വിഭാഗങ്ങളിലുള്ള ഓഫീസിൽ ജോലി ചെയ്യുന്നവരും വരുമായിരുന്നു. മഹിളായേം ബച്ചെ യുവ വൃദ്ധ സഭി ആയാ കർത്തേ थे. സ്ത്രീകളും കുട്ടികളും യുവാക്കന്മാരും വൃദ്ധന്മാരും എല്ലായ്പ്പോഴും വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ജോ ബി ആത്തെ थे വേ ഗുപ്തജി കെ പരിവാർ കെ അംഗ് ബൻ ജാത്തെ थे. ആരാണോ വരുന്നത് അവരെല്ലാവരും തന്നെ ഗുപ്തജിയുടെ കുടുംബത്തിലെ ഒരു അംഗമായി തീരുമായിരുന്നു. അനേക് മിത്രോംനെ ദദ്ദ കെ ദർബാർ കെ ചർച്ച കർത്തി. വളരെയധികം കൂട്ടുകാരെല്ലാം തന്നെ ദദ്ദയുടെ ഈ കൊട്ടാരത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. മേ സമജ്ത ഹുംകി ഉൻകെ സന്ദർഭ മേ ദർബാർ സെ അധിക് നിരർത്ഥക് ശബ്ദ കാ പ്രയോഗ് നഹീ ഹോ സക്ത. അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതായിരുന്നു, അദ്ദേഹത്തിൻ്റെ സന്ദർഭത്തിൽ കൊട്ടാരത്തിൽ ഒരിക്കലും നിരർത്ഥകമായ ശബ്ദങ്ങൾ ഉപയോഗിക്കുമായിരുന്നില്ല. ദദ്ദ ദർബാർ ലഗാനെ കേലിയെ പരിചിത് അപരിചിത് കോ നഹീ അപ്നാത്തെ थे. മുക്ത സ്നേഹ കി ഛായ മേ ഏക് പരിവാർ അപ്നെ ആപ് ബസാ ലേത്തെ. അപ്പോൾ ദദ്ദ കൊട്ടാരത്തിൽ ഇപ്രകാരമായിരുന്നു, പരിചിതരായവരും അപരിചിതരായവരും എന്നല്ല, എല്ലാവരെയും മുക്തമായ സ്നേഹത്തിൻ്റെ ഒരു നിഴലിൽ ഒരു കുടുംബത്തെ അപ്നെ അപ് സ്വയം ബസ്ചാത്തെ थे. സ്വയം അതിലേക്ക് എല്ലാവരും ഒരു കുടുംബത്തിൽ വസിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത്. രാഗതത്വ श्री मैथिली शरण गुप्त के व्यक्तित्व में രാഗതത്വ का പ്രാധാന്യത ഉൻകി രുചി അരുചി സർവദാ സ്പഷ്ടതി. അദ്ദേഹത്തിൻ്റെ ഇഷ്ടവും അനിഷ്ടവുമെല്ലാം എല്ലായ്പ്പോഴും സ്പഷ്ടമായിരുന്നു. ഭോജൻ വസ്ത്ര അധ്യയൻ ആദ്യമേ അപ്നെ രുചിക്ക് അനുസാർ വേ കാര്യ കിയാ കർത്തേ थे. ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അപ്നെ പ്രയോജനവും കോ ഖിലാനെ മേം വിശേഷ രുചി രഹത്തി. അതിൽ എന്താണോ, അതിൽ തനിക്കുണ്ടാകുന്ന ഗുണം എന്താണോ അതിനെ ധാരാളം പ്രത്യേകമായും ഇഷ്ടം കാണിച്ചിരുന്നു. അപ്ന ഖാന ചോട്ബേ നഗേന്ദ്ര കോ ഖിലാനേക്ക് തല്ലീൻ ഹോ ജാത്തി थे. താൻ ഭക്ഷണം കഴിക്കുന്നത് വിട്ടുകൊണ്ട് നഗേന്ദ്രനെ ഭക്ഷണം കഴിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചിരുന്നു. ജബ് വി കോയി ഉൻസെ വിദാലയത്തെ തബ് ഉൻക ഖണ്ഡ് കാ അവരോധ് ഹോനെ തഥാ ആങ്കോ മേ പാനി ആനാ തോ മാമൂലി ബാദ്ദി. അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് തൊണ്ട ഇടറുന്നതും കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നതും സാധാരണ കാര്യമായിരുന്നു. സഹജ് വിനയ് ഔർ സരൾ സ്നേഹുൻ കെ വ്യവഹാർ കെ അനിവാര്യങ്കിത്. സഹജമായ വിനയവും സരളമായ സ്നേഹവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലെ ഒരു ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഭാഗമായി തീരുകയും ചെയ്തിരുന്നു. स्वाभिमान श्री मैथिली शरण गुप्त के आवेग का संबंध व्यक्तित्व से न होकर सिद्धांत या आदर्श मात्र से ही होता था. മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ആവേഗം എന്ന് പറയുന്നത് വ്യക്തിത്വത്തിൽ മാത്രമല്ല സിദ്ധാന്തത്തിലും വളരെയധികം ആദർശമായി തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു. സിദ്ധാന്ത് കോ ലേക്കർ വേ കബി കബി നസ്ദീക്കി ലോകോം പർ ഗരം ഹോത്തെ थे. സിദ്ധാന്തത്തെ എടുത്തുകൊണ്ട് പലപ്പോഴും അടുത്തുള്ള ആ ജനങ്ങളുടെ നസ്ദീക്കി ലോകോം കോ ഘരം ഹോഡ്ത്തെ थे. അടുത്തുള്ള ജനങ്ങളെല്ലാം വളരെയധികം നല്ല രീതിയിൽ ചെയ്യുമായിരുന്നു. ഇൻ ചിര പ്രബുദ്ധ സ്വാഭിമാനെ ദദ്ദാക്കോ ഏക അപൂർവ ആത്മവിശ്വാസെ മണ്ഡിത് കർദിയാദ. ഈ ചിരപ്രബുദ്ധമായിട്ടുള്ള സ്വാഭിമാനത്തിൽ ദദ്ദയെ എന്നും അപൂർവമായ ആത്മവിശ്വാസത്തിൽ കാണാനായി കഴിഞ്ഞിരുന്നു. വേ കബി അപ്നെ പ്രകാശ് കോ മന്ദ് നഹീ കർ സക്തി. പലപ്പോഴും അദ്ദേഹം തൻ്റെ പ്രകാശത്തെ മന്ദമായി കാണിക്കാൻ പ്രയത്നിച്ചിരുന്നില്ല. നിർഭീക് വ്യവഹാർ മൃത്യു കെ സാമനെ ബി ബനാരഹ. പേടിയില്ലാത്ത പെരുമാറ്റം മരണത്തിൻ്റെ മുന്നിൽ പോലും കാണാൻ കഴിഞ്ഞിരുന്നു. ഇൻകാ മൃത്യുസെ സാക്ഷാത്കാർ ഹോ ചുക്കാത. മരണം എന്നുള്ളതിനെ അദ്ദേഹം സാക്ഷാത്കരിച്ചിരുന്നു. വേ കബി ഉൻസെ നഹീ ഡർത്തെ. മരണത്തെ അദ്ദേഹം ഒരിക്കലും പേടിച്ചിരുന്നില്ല. ഉദാരത ശ്രീ മൈഥിലി ശരൺ ഗുപ്ത ഉദാർചിത്വം വ്യക്തി थे. ശ്രീ മൈഥിലി ശരൺ ഗുപ്ത് വളരെയധികം ദയാമനസ്കനായിരുന്നു. വേ രാഗി വ്യക്തിത്വ പ്രായ ഉദാർ ഹോത്ത. ദദ്ദ കാ ചരിത്രമേ ഉദാരത അനേക രൂപസെ വിദ്യമാൻ थी. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ദയയുടെ വളരെയധികം രീതികൾ കാണാൻ കഴിഞ്ഞിരുന്നു. വ്യക്തിത്വ കെ രൂപമേ ഉൻകി ഉദാരത കാ ഉജ്ജ്വൽ പ്രമാൺ ഹെ. ഗുപ്ത പരിവാർ കാ संपत्ति भाजन जिसमें पुत्र और भ्रातृत्व के किसी प्रकार का भेद नहीं दिखाया था. ഗുപ്ത കുടുംബത്തിലെ ആ ദയ
ദയാമനസ്കതയുടെ ഉജ്ജ്വലമായ തെളിവാണ്. ഗുപ്ത കുടുംബത്തിലെ സമ്പത്തിയുടെ കാര്യത്തിൽ മകനായാലും മരുമകനായാലും ഒരു രീതിയിലും ഭേദം കാണിച്ചിരുന്നില്ല. പൂരൈ സമ്പത്തി പ്രകാശൻ വ്യവസാൻ കെ ദ്വാരാ ഹി ഹുവാദ കിന്തു വിഭാജൻ മേ സബി കോ ബരാബർ ഹിസ്സ മില. അത് വേർതിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും തുല്യമായ ഭാഗം തന്നെ ലഭിച്ചു. സാഹിത്യക് ധരാതൽ पर उनकी उदारता का प्रमाण यह था कि वे सदा ही कड़ू से कड़ू आलोचना को बिना प्रतिवाद किए झेलते थे. സാഹിത്യത്തിൻ്റെ മേഖലയിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ദയയുടെ തെളിവ് എന്ന് പറയുകയാണെങ്കിൽ സാധാരണയായി കാഠിന്യത്തിലും കഠിനമായിട്ടുള്ള ആ ആലോചന കൂടാതെ ഒരിക്കലും പ്രതിവാദ് ചെയ്തിരുന്നില്ല. യ ഉദാരതാക്ക ദൂസര പഹലൂദ, അത് ദയയുടെ ഇനിയൊരു മേഖലയായിരുന്നു. ദദ്ദാക്കെ വ്യക്തിത്വക്ക് ഉദാരതാക്ക യ അപൂർവ പ്രമാൺ ആജ്കെ യുഗ്മെ ദുർലഭ് ഹെ. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ആ ദയയുടെ ഒരു തെളിവ് എന്ന് പറയുന്നത് ഇന്നത്തെ യുഗത്തിൽ വളരെയധികം ദുർലഭമാണ്. നൈതിക് മാനദണ്ഡമേ ദദ്ദ അപ്നെ ലിയെ കഠോർ ഓർ ദൂസരോം കെ ലിയെ ഉദാരത്തെ. നൈതികമായിട്ടുള്ള ആ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം സ്വയം കഠോരവും മറ്റുള്ളവരുടെ ഇടയിൽ ദയാമനസ്കനുമായിരുന്നു. രാമഭക്ത് ശ്രീ മൈഥിലി ശരൺ ഗുപ്ത അനന്യ രാമഭക്തി. മൈഥിലി ശരൺ ഗുപ്ത വളരെ വലിയ രാമഭക്തനായിരുന്നു. ശ്രീരാം കോ ലേക്കർ സാഹിത്യമേ ഇനോനെ ജോ കുച്ച് ലിഖ ജൻമാനസ് കോ ഭക്തി കെ പൂർണ്ണ രൂപ സെ ഭരാ ദിയാ ഹെ. അദ്ദേഹം എന്താണോ ശ്രീരാമനെ കുറിച്ചിട്ട് സാഹിത്യത്തിൽ എഴുതിയത് അത് ജനമനസ്സുകളിൽ ഭക്തിയുടെ പൂർണ്ണ രൂപം നിറഞ്ഞിരുന്നു. ദദ്ദ കോ ഹിന്ദി ജഗത്ത് രാം കെ അനന്യ ഭക്ത് കെ രൂപമേ ജാനത. ദദ്ദയെ ഹിന്ദി ലോകം മുഴുവൻ രാമൻ്റെ അനന്യ ഭക്തൻ്റെ രൂപത്തിലാണ് അറിഞ്ഞിരുന്നത്. അവർ उनमें संदेह नहीं कि उनके काव्य में राम के प्रति अनन्य निष्ठा सर्वत्र ही व्यक्त हुई है. അതുമാത്രമല്ല കാവ്യത്തിൽ രാമനെ പറ്റി അനന്യമായ നിഷ്ഠ എന്നും വ്യക്തമായിരുന്നു. ദദ്ദ की राम भक्ति पूजा प्रार्थना में सीमित न होकर उनकी चेतना विचार और भावना में व्याप्त हो गई थी. ദദ്ദ രാമഭക്തി പൂജയിലും പ്രാർത്ഥനയിൽ മാത്രം ഇരിക്കാതെ ഉൻകെ ചേതന വിചാർ ഓർ ഭാവനാമേം ആ ഭാവനയിലെല്ലാം വ്യാപ്തമായിരിക്കുകയും ചെയ്തു. ശ്രീ മൈഥിലി ശരൺ ഗുപ്ത കാ വ്യക്തിത്വ ഏക് ബരാ പുരാഹി സമൃദ്ധ വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് നിറഞ്ഞിരിക്കുന്ന സമൃദ്ധിയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. സമ്പന്ന സാമന്തി പരിവാർമേ സ്വാഭിമാൻ ഔദാര്യ വിനയ് ആദി മഹാൻ ഗുണുൻകെ വ്യക്തിത്വമേ ഹേ. സമ്പന്നമായിട്ടുള്ള ആ കുടുംബത്തിൽ സ്വാഭിമാനവും ഔദാര്യവും വിനയവും അദ്ദേഹത്തിൻ്റെ മഹത്തായ ഗുണങ്ങളുടെ വ്യക്തിത്വമാണ്. ഉൻകി സഹജ और സമൃദ്ധ മാനവ ചരിത്ര ഹേ ഉൻകി സർവപ്രിയതാക്ക രഹസ്യത. അദ്ദേഹത്തിൻ്റെ സഹജവും സമൃദ്ധവുമായിട്ടുള്ള മനുഷ്യൻ്റെ ചരിത്രം അത് എന്നും സർവപ്രിയദാസ എല്ലാവരിലും സ്നേഹം നിറയ്ക്കുന്ന ഒരു രഹസ്യവും കൂടി ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.